നമ്മുടെ നാട്ടിൽ നിലവിലുള്ള നിയമങ്ങൾ വളരെ ശക്തമാണ് എന്ന് നമ്മൾ പറയുമ്പോഴും കേരളത്തിൽ സാധാരണ ജനങ്ങളുടെ ആരോഗ്യസ്ഥിതി മെച്ചമാണെന്ന് പറയുമ്പോഴും നമുക്ക് ഔഷധങ്ങളെപ്പറ്റി വളരെ ഏറെ പരിജ്ഞാനക്കുറവുണ്ട് എന്ന് വ്യക്തമാക്കുന്ന തരത്തിലാണ് നമ്മളുടെ ഇടയിൽ ഗവൺമെന്റ് തലത്തിൽ രൂപപ്പെട്ടു വരുന്ന ചില നിയമങ്ങൾ. ഇവിടെ നാം കാണേണ്ടത് ഇന്ത്യ മൊത്തത്തിൽ തന്നെ ഒരു നിയമം പാസാക്കാനുള്ള പരിശ്രമമാണ്. ഡ്രഗ്സ് ഉപയോഗിക്കുന്ന മരുന്നുകൾ കൈകാര്യം ചെയ്യുന്നതിന് ഫാർമസിസ്റ്റുകൾ നിർബന്ധമല്ല എന്നുള്ള തരത്തിലേക്ക് ദേശീയ തലത്തിൽ നിയമമായി വരികയാണെങ്കിൽ നമ്മളുടെ സ്ഥിതി എന്താകും എന്ന് നമ്മൾ പരിശോധിക്കേണ്ടിയിരിക്കുന്നു. വിദേശ രാജ്യങ്ങളിൽ നമുക്കിപ്പോൾ കണ്ടുവരുന്ന തരത്തിൽ അല്ല പ്രവർത്തിക്കുന്നത്. ഔഷധങ്ങൾ കൈകാര്യം ചെയ്തതിന് വ്യക്തമായ മാനദണ്ഡങ്ങൾ തന്നെ വെച്ചിട്ടുണ്ട്. ഔഷധങ്ങൾ രോഗികളുടെ കയ്യിലെത്തിക്കുന്നത് നിർബന്ധമായും ഫാർമസിസ്റ്റുകൾ വഴി ആയിരിക്കണം എന്ന് നിഷ്കർഷിച്ചുകൊണ്ട് ഉള്ള നിയമ പരിരക്ഷയാണ് എല്ലാ സ്ഥലങ്ങളിലും നിലവിലുള്ളത്. നമ്മുടെ നാട്ടിൽ കേരളത്തിൽ ഇപ്പോൾ തന്നെ 1,40,000 പേരോളം നമ്മുടെ ഫാർമസി കൗൺസിൽ രജിസ്റ്റേർഡ് ഫാർമസിസ്റ്റായി നിലവിലുണ്ട്. ഈ ഫാർമസിസ്റ്റുകൾക്കെല്ലാം തന്നെ നിലവിൽ നമ്മുടെ നാട്ടിൽ ആവശ്യത്തിന് തൊഴിൽ ഇല്ലാത്ത സാഹചര്യമാണ്. രാജ്യത്ത് മൊത്തത്തിൽ ഫാർമസിസ്റ്റുകൾ കുറവാണ് എന്ന് കാണിച്ചുകൊണ്ട് ഇപ്പോൾ നടപ്പിലാക്കാൻ ശ്രമിക്കുന്ന നിയമം വ്യാപകമായി വരികയാണെങ്കിൽ ഇന്നല്ലെങ്കിൽ നാളെ നമ്മുടെ നാടിനും ഇത് വ്യാപകമായി നടപ്പിലാക്കേണ്ട സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ എത്തിച്ചേരും. ഇതിനെതിരെയാണ് ഇന്ത്യൻ ഫാർമസ്യൂട്ടിക്കൽ അസോസിയേഷൻ ദേശീയ തലത്തിൽ ഈ വിഷയം റൈസ് ചെയ്യുന്നത്. ഇന്ത്യയിലെ IMA പോലെ തന്നെ പ്രവർത്തിക്കുന്ന ഇന്ത്യയിലെ ദേശീയ സംഘടനയാണ് ഇന്ത്യൻ ഫാർമസ്യൂട്ടിക്കൽ അസോസിയേഷൻ. നിലവിൽ ഞങ്ങൾ കേരള സർക്കാരിനോടും ആവശ്യപ്പെടുന്ന ചില കാര്യങ്ങൾ ഉണ്ട്. നമ്മുടെ നാട്ടിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന മെഡിക്കൽ സ്റ്റോറുകൾ നിലവിൽ പ്രവർത്തിക്കുന്നതിന് വളരെയേറെ പ്രയാസങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മളെ സംബന്ധിച്ചോളം അവിടെ കൃത്യമായി ഫാർമസിസ്റ്റുകൾ തന്നെ ജനങ്ങളിലേക്ക് മരുന്നുകൾ എത്തിക്കണമെന്ന് ഞങ്ങളുടെ സംഘടന നിരന്തരം പ്രപ്പോസലുകൾ ഗവൺമെന്റിന്റെ മുന്നിൽ എത്തിച്ചിട്ടും ആവശ്യത്തിന് സ്റ്റാഫുകളില്ല എന്നുള്ള കാരണത്താൽ ഇപ്പോഴും കൃത്യമായ പരിശോധനകൾ നടക്കുന്നില്ല എന്നുള്ളതാണ് സത്യം. എല്ലാ ഫാർമസികളിലും മെഡിക്കൽ സ്റ്റോറുകളിലും നിയമപരമായി അതിനെ നിഷ്കർഷിക്കുന്ന നിയമങ്ങളുണ്ടെങ്കിലും ഇപ്പോഴും അത് വ്യക്തമായി പാലിക്കുന്നില്ല എന്നുള്ളൊരു അവസ്ഥയിലേക്ക് എത്തിച്ചേരുന്നു. ഡ്രഗ് ഇൻസ്പെക്ടർമാർ ഉൾപ്പെടെ ഫാർമസി ഇൻസ്പെക്ടർമാർ ഉൾപ്പെടെ വ്യക്തമായ തീരുമാനങ്ങളുമായി മുന്നോട്ട് പോവുകയാണെങ്കിൽ അതിൽ ഒരു ഘട്ടം വരെ നമുക്കതിനെ നിയന്ത്രിക്കാൻ കഴിയും. എന്നാൽ നിലവിൽ ഇപ്പോൾ ഫാർമസികൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന വിഷയങ്ങൾ എന്ന് പറയുമ്പോൾ അവരുടെ ഒരു സ്ഥാപനം നടത്തിക്കൊണ്ടു പോകുന്നതിന് ഇപ്പോൾ എക്സ്റേ യൂണിറ്റ് ആരംഭിച്ചാലും ക്ലിനിക്കൽ സ്ഥാപനങ്ങൾ ആരംഭിച്ചാലും ആശുപത്രി ആരംഭിക്കുമ്പോഴും എല്ലാം അവിടെ അവർക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്ന ആനുകൂല്യങ്ങൾ ഒന്നും തന്നെ ഔഷധങ്ങൾ വിൽപ്പന നടത്തുന്ന ഫാർമസികളിൽ ലഭിക്കുന്നില്ല. ഇപ്പോൾ ഔഷധങ്ങൾ കൈകാര്യം ചെയ്യുന്നത് ശരിയായ ഊഷ്മാവിലായിരിക്കണം എന്ന് നിർബന്ധമാണ്. ഈ മരുന്നുകൾ ശരിയായ ഊഷ്മാവിൽ സൂക്ഷിച്ചാൽ മാത്രമേ രോഗികൾക്ക് കൃത്യമായ ഡോസിലും അളവിലും ഗുണത്തിലും അത് ലഭിക്കുകയുള്ളൂ. അതിനായി ഞങ്ങളുടെ ആവശ്യം ഇന്ത്യൻ ഫാർമസ്യൂട്ടിക്കൽ അസോസിയേഷന്റെ ആവശ്യം എന്ന് പറയുന്നത് ഔഷധശാലകളിൽ മരുന്നുകൾ വിൽക്കുന്ന സ്ഥാപനങ്ങൾക്ക് നിർബന്ധമായും മറ്റ് സ്ഥലങ്ങളിൽ കൊടുക്കുന്ന വൈദ്യുതിയുടെ ലഭ്യത, ആ വൈദ്യുതിയുടെ നിരക്ക് താരതമ്യം ചെയ്തുകൊണ്ട് അവർക്കും ആ രൂപത്തിൽ ലഭ്യമാക്കുന്നത് നിർബന്ധമാക്കുക എന്നുള്ളതാണ്. അതോടൊപ്പം നിഷ്കർഷിക്കുന്ന ചില കാര്യങ്ങൾ എന്ന് പറയുന്നത് എല്ലാ മെഡിക്കൽ സ്റ്റോറുകളിലും പേഷ്യന്റ് കൗൺസിലിംഗ് നിർബന്ധമാക്കുക. നമുക്കറിയാം ആന്റിമൈക്രോബിയൽ ഏജൻസി, ആന്റിമൈക്രോബിയൽ ഡ്രഗ്സിന്റെ ഉപയോഗം ഇതെല്ലാം ഇപ്പോൾ ഗവൺമെന്റ് വളരെ ശക്തമായി നേരിട്ടുകൊണ്ടിരിക്കുകയാണ്, ശക്തമായി അതിനെ പ്രതിരോധിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ ഔഷധങ്ങൾ എങ്ങനെ ജനങ്ങളിൽ എത്തുന്നു എന്നുള്ള കാര്യത്തിൽ മാത്രം വ്യക്തമായ ഒരു മാനദണ്ഡം പാലിക്കുന്നില്ല എന്നുള്ളതാണ് നമുക്ക് ഇവിടെ ഈ അവസ്ഥയിൽ നിങ്ങളോട് സൂചിപ്പിക്കാനുള്ളത്. അതോടൊപ്പം കേന്ദ്ര സർക്കാരിന്റെ ഈ തെറ്റായ നയത്തിനെതിരെ ശക്തമായി പ്രതിഷേധിക്കുന്നുവെന്ന് മാത്രം അറിയിച്ചുകൊണ്ട് നിങ്ങളുടെ എല്ലാവരും സഹകരണം പ്രതീക്ഷിച്ചോളുന്നു. ഫാർമസി എഡ്യൂക്കേഷൻ, കേരളത്തിലെ ഫാർമസി എഡ്യൂക്കേഷനെ പ്രതിനിധീകരിച്ചുകൊണ്ട് എനിക്ക് മുന്നോട്ട് വെക്കുവാനുള്ള 1-2 കാര്യങ്ങൾ. നമ്മളുടെ കേരളത്തിലെ എല്ലാ ഫാർമസി കോളേജുകളിൽ നിന്നും 6 വർഷം പഠനം പൂർത്തിയാക്കി ഇറങ്ങുന്ന ഡോക്ടർ ഓഫ് ഫാർമസി, അതായത് ഫാംഡി സ്റ്റുഡൻസിന്റെ സേവനം കൃത്യമായിട്ട് നമുക്ക് കേരളത്തിലും അതേപോലെ ഇന്ത്യയിലും പ്രയോജനപ്പെടുത്താൻ കഴിയുന്നില്ല.
നമ്മുടെ ഓരോ രോഗികളുടെയും പരിചരണം, അതുപോലെ മെഡിക്കേഷൻ എറർ കണ്ടുപിടിക്കുക, അതുപോലെ പേഷ്യന്റ് കൗൺസിലിംഗ്, ഇങ്ങനെയുള്ള കാര്യങ്ങളിലെല്ലാം കൃത്യമായി ഇടപെടാൻ കഴിവുള്ള അത്രയും സ്കില്ല് ഡെവലപ്പ് ചെയ്ത് പഠിച്ചിറങ്ങുന്ന കുട്ടികളാണ് ഡോക്ടർ ഓഫ് ഫാർമസി സ്റ്റുഡൻസ് അല്ലെങ്കിൽ ഫാർമഡി സ്റ്റുഡൻസ്. അവരുടെ ഒരു കൃത്യമായ സേവനം നമ്മളുടെ പലതെന്നല്ല മെഡിക്കൽ കോളേജുകളിലൊന്നും തന്നെ അല്ലെങ്കിൽ ഗവൺമെന്റ് ഹോസ്പിറ്റലുകളിലൊന്നും തന്നെ നമുക്ക് സേവനം കിട്ടുന്നില്ല. അതുകൊണ്ട് അതിന് അർഹമായ ഒരു പോസ്റ്റ് അല്ലെങ്കിൽ അവരുടെ ഒരു സേവനം ഉറപ്പിക്കത്തക്ക രീതിയിൽ എന്തെങ്കിലും ക്ലിനിക്കൽ ഫാർമസിസ്റ്റ് എന്നുള്ള ഒരു പോസ്റ്റ് അവിടെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ ഈ ഫാംഡി കഴിഞ്ഞിറങ്ങുന്ന കുട്ടികളുടെ സേവനം നമ്മുടെ കേരളത്തിലെ ഓരോ രോഗികൾക്കും ഉറപ്പുവരുത്താൻ പറ്റും. അതേപോലെ തന്നെ നമ്മുടെ കേരളത്തിൽ ഒഴിച്ച് ബാക്കിയുള്ള പല സംസ്ഥാനങ്ങളിലും നമുക്ക് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫാർമസ്യൂട്ടിക്കൽ എഡ്യൂക്കേഷൻ ആൻഡ് റിസർച്ച് സെന്റേഴ്സ് അവൈലബിൾ ആണ്. നൈപ്പർ എന്ന് പറയും. ഈ നൈപ്പർ നമ്മുടെ ഇന്ത്യയിലെ പല സ്റ്റേറ്റുകളിലും ഉണ്ട്. പക്ഷെ അത് ഒരു നാഷണൽ ലെവൽ റാങ്കിങ്ങിലൊക്കെ വരുന്ന ഏറ്റവും മുൻനിരയിൽ നിൽക്കുന്ന ഒരു നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ടാണ്. ഗവേഷണത്തിലും അതിനോടൊപ്പം തന്നെ ഉന്നത വിദ്യാഭ്യാസത്തിനും ഉതകുന്ന ഒരു വിദ്യാഭ്യാസ സ്ഥാപനമാണ്. അതുപോലുള്ള നൈപ്പറിന്റെ ഒരു സ്ഥാപനം നമ്മുടെ കേരളത്തിലും വരേണ്ടത് ഏറ്റവും അത്യാവശ്യമാണ്. അങ്ങനെയുള്ള ഒരു എഡ്യൂക്കേഷനും അതുപോലെ റിസർച്ച് മേഖലകളിലാണ് ഏറ്റവും കൂടുതലായിട്ട് നമ്മുടെ ഗവൺമെന്റിന്റെയും അതേപോലെ സെൻട്രൽ ഗവൺമെന്റിന്റെയും സപ്പോർട്ട് അത്യാവശ്യമായിട്ടുള്ളത്. ഇന്ന് നമ്മുടെ ഈ പല കേരളത്തിലെയും ചില മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലുകളിൽ ഈ ക്ലിനിക്കൽ ഫാർമസിസ്റ്റിന്റെ സേവനം ഉറപ്പുവരുത്തിയിട്ടുണ്ട്. പക്ഷെ എല്ലാ ഹോസ്പിറ്റലുകളിലും അത് ആയിട്ടില്ല. അപ്പം ക്ലിനിക്കൽ ഫാർമസിസ്റ്റിന്റെ ഒരു സേവനം ഉറപ്പുവരുത്തുക, അതോടൊപ്പം തന്നെ അവരുടെ ഒരു സാലറിയുടെ ഒരു നിശ്ചിതപ്പെടുത്തുക. അതിനൊപ്പം ഗവൺമെന്റ് ഹോസ്പിറ്റലുകളിലും ക്ലിനിക്കൽ ഫാർമസിസ്റ്റിന്റെ അല്ലെങ്കിൽ ഫാർമഡി കഴിഞ്ഞിറങ്ങുന്ന കുട്ടികളുടെ ജോലി സാധ്യത ഉറപ്പുവരുത്തുക എന്നുള്ളതാണ് ഏറ്റവും കൂടുതലായിട്ട് മുന്നിൽ കാണേണ്ട ഒരു കാര്യം. എഡ്യൂക്കേഷൻ ഫോറത്തിന്റെ സൈഡിൽ നിന്ന് എനിക്കുള്ള ഒരു സജഷൻ അതാണ്. അതിലെ ഏറ്റവും ഗവേഷണത്തിലും അതേപോലെ ഫാംഡി പ്രോഗ്രാം കഴിയുന്ന കുട്ടികളുടെ ഒരു സേവനം നമ്മുടെ ഇന്ത്യയിൽ ഉറപ്പുവരുത്താൻ വേണ്ടിയിട്ട് ശക്തമായിട്ട് നിലപാടെടുത്ത് അതിനു വേണ്ടിയിട്ട് പരിശ്രമിക്കുക, അല്ലെങ്കിൽ അതിനു വേണ്ടിയിട്ട് സപ്പോർട്ട് ചെയ്യുക ഫാർമസിസ്റ്റുകളെ.